ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നോക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സെക്കൻഡ് സെമ്മായ BA എക്കണോമിക്സിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ്. അപ്പോൾ ബഡ്ജറ്റ് പ്രോസസ്സാണ് ഇനി നോക്കാനില്ല. നമ്മൾ ഓൾറെഡി 2 മൊഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കി. ഇനി മൂന്നാമത്തെ മൊഡ്യൂളാണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇനി ഇതിൽ നോക്കാനുള്ള ടോപ്പിക്കാണ് ബഡ്ജറ്റ് സർക്കുലർ. അതെന്താണെന്ന് നോക്കാം. അതായത് വിവിധ തരം റസീറ്റുകളും അതേപോലെ എക്സ്പെൻഡിച്ചറും അതായത് വരുമാനത്തിന്റെയും ചെലവിന്റെയും എസ്റ്റിമേറ്റുകളുടെ തയ്യാറെടുപ്പിനെ കുറിച്ചുള്ള വിശദമായ നിർദ്ദേശങ്ങളാണ് ബഡ്ജറ്റ് സർക്കുലറിൽ ഉള്ളത്. അപ്പോൾ ബഡ്ജറ്റിന്റെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിക്കാണ്ട് ഈ ഒരു ഫോമാണ് ഈ ബഡ്ജറ്റ് സർക്കുലർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എസ്റ്റിമേറ്റുകൾ സമർപ്പിക്കേണ്ട ഫോർമാറ്റുകളും അതേപോലെ അതിൽ ഓരോ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും ആ ഒരു ബഡ്ജറ്റ് സർക്കുലറിൽ. കാരണം എങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ ബഡ്ജറ്റ് എങ്ങനെ കൊടുക്കണം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിക്കാണ് ഈ ഒരു ഫോമിനെയാണ് അപ്പോൾ ബഡ്ജറ്റ് സർക്കുലർ എന്ന് പറയുന്നത്. ബഡ്ജറ്റിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ കൂടാതെ റവന്യൂ റെസീറ്റുകൾ, പിന്നെ ക്യാപിറ്റൽ റെസീറ്റ്, പിന്നെ അതേപോലെ ചെലവ്, പിന്നെ പബ്ലിക് അക്കൗണ്ട് ഇടപാടുകൾ എന്നിവയുടെ എസ്റ്റിമേറ്റുകൾ, പിന്നെ ബഡ്ജറ്റ് ഡിവിഷന് സമർപ്പിക്കുന്നതിനുള്ള പരിധിയും ഇത് നൽകുന്നു. അപ്പോൾ അങ്ങനത്തെ എപ്പോഴാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് ബഡ്ജറ്റ് നടക്കേണ്ടത് കാര്യങ്ങളൊക്കെ ആ ഒരു ബഡ്ജറ്റ് സർക്കുലർ ഇൻക്ലൂഡഡ് ആയിരിക്കും. എന്നിട്ട് ആ ബഡ്ജറ്റ് സർക്കുലർ ഉണ്ടാക്കിയതിന് ശേഷം, ആ ഫോം ഉണ്ടാക്കിയതിന് ശേഷം ആ സർക്കുലർ പരിശോധിക്കാൻ വേണ്ടി അപ്പോൾ കൊടുക്കലാണ്. അതേപോലെ REB പോലുള്ള എസ്റ്റിമേറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനോട് നോക്കാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബഡ്ജറ്റ് നടക്കല്. അപ്പോൾ ഇത്രയും കാര്യമാണ് ബഡ്ജറ്റ് സർക്കുലറിൽ നടക്കുന്നത്. ഇനി കൊടുത്തിരിക്കുന്നത് ബഡ്ജറ്റിന്റെ സ്ട്രക്ചർ ആണ്. അതായത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് റവന്യൂ അക്കൗണ്ട് ഉണ്ടാവും, അതേപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവും. ഇപ്പൊ റവന്യൂ അക്കൗണ്ടിൽ വരുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചറും അതേപോലെ റവന്യൂ റെസീറ്റ്സും. പിന്നെ അതേപോലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നതാണ് ക്യാപിറ്റൽ റെസീറ്റ്സും അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. ഇനി ഇതെന്താണ് നമുക്ക് വിശദീകരിച്ച് നോക്കാം. അപ്പൊ ഇനി പറയാനുള്ളത് എസ്റ്റിമേറ്റ്സ് ഓഫ് റെസിപ്റ്റ്സ് ആണ്. അപ്പോൾ ഈ റെസിപ്റ്റ്സിന് 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. അതിൽ ഒന്നാമത്തെ റവന്യൂ റെസിപ്റ്റ്സും രണ്ടാമത്തെ ക്യാപിറ്റൽ റെസിപ്റ്റ്സും. അപ്പൊ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ പൊതു വരുമാനം, എല്ലാ റിസോഴ്സിൽ നിന്നുമുള്ള സർക്കാരിന്റെ വരുമാനത്തെയാണ് പറയുന്നത്. അതായത് സർക്കാരിന് എങ്ങനെയൊക്കെയാണ് വരുമാനം കിട്ടുന്നത് അപ്പോൾ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് ആ 2 തരത്തിലാണ്. ഒന്നാമത് ടാക്സും പിന്നെ നോ ടാക്സും ആണ്. അപ്പൊ ടാക്സ് എന്താണ്, നികുതി എന്താണെന്ന് നോക്കാം. ടാക്സേഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ഗവൺമെന്റ്. സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ് നികുതി. പൊതു ചെലവുകൾ നിറവേറ്റുന്നതിനായി സർക്കാർ പൗരന്മാരുടെ മേൽ ചുമത്തുന്ന നിർബന്ധിത സംഭാവനകളാണ് നികുതി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തായാലും അടയ്ക്കേണ്ട ഒരു സംഭവമാണ് നികുതി എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി, ഒരു മുട്ടായി വാങ്ങിയാൽ പോലും അതിൽ എന്തുണ്ട്, GST ഉണ്ട്. അതാണ് നികുതി എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ 2024-25 കേന്ദ്ര ബഡ്ജറ്റിൽ അറ്റ നികുതി റസീറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ 25.83 ലക്ഷം കോടിയാണ് അപ്പോൾ സർക്കാരിന് അപ്പോൾ നികുതി അയക്കാണ്ട് കിട്ടിയത്. ഇനി എന്താണ് നോൺ ടാക്സ് റവന്യൂ എന്താന്ന് നോക്കാം. അപ്പോൾ ദ റവന്യൂ ഒബ്റ്റൈൻഡ് ബൈ ദ ഗവൺമെന്റ് ഫ്രം സോഴ്സ് അതർ ദാൻ ടാക്സ് ഈസ് കോൾഡ് നോൺ ടാക്സ് റവന്യൂ. അതായത് നികുതി ഒഴികെയുള്ള സ്രോതസ്സുകളിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തെ നികുതിയേതര അല്ലെങ്കിൽ നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നു. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൈന് അല്ലെങ്കിൽ ഫീസ് ഒക്കെ നമുക്ക് ഇതിന് ഉദാഹരണം പറയാം. അതൊക്കെ നമുക്ക് ഗവൺമെന്റിന് നമ്മൾ കൊടുക്കുന്ന പൈസയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന് കുറച്ച് സോഴ്സ് ഉണ്ട്. അത് ഏതൊക്കെ നോക്കാം. അതായത് സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, മറ്റ് സ്രോതസ്സുകൾ, ഇവയിൽ നിന്ന് ലഭിക്കുന്ന പലിശ, പിന്നെ അതേപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, RBI, മറ്റ് ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഇവയിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം, മറ്റ് നികുതിയേതര വരുമാനം. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഉള്ളിക്കൂടി ഗവൺമെന്റിന് കിട്ടുന്ന പൈസക്കാണ് നോൺ ടാക്സ്. അപ്പോൾ റവന്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇനി രണ്ടാമത്തതാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. അപ്പോൾ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്നാൽ ഒരു ബിസിനസ്സിനോ സർക്കാർ സ്ഥാപനത്തിനോ സർക്കാരിന് ലഭിക്കുന്ന പണത്തെയാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വരുന്ന വരുമാനമല്ല. ഇത് ലോങ് ടേം ആയിക്കാണ് നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ വായ്പ എന്നിവയാണ്. അപ്പം മറ്റേതെന്ന് പറഞ്ഞാൽ അപ്പോൾ റവന്യൂ റെസീപ്റ്റ്സ് പറഞ്ഞാൽ എല്ലാ ദിവസവും ഗവൺമെന്റ് കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ്. പക്ഷെ ഇത് മൂലധന റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ
അത് എപ്പോഴെങ്കിലും ആയിരിക്കും ഗവൺമെന്റിന് കിട്ടാതെ. ചിലപ്പോൾ അതൊരു വായ്പ ആയിക്കാണ്ട് പലിശ അയക്കാണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമി കാര്യങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ടാണ് ഗവൺമെന്റിന് കിട്ടുക. അപ്പോൾ ഭൂമി ഗവൺമെന്റിന് കിട്ടാന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ വലിയ വലിയ കാര്യങ്ങളായിരിക്കും KPL റെസിപ്റ്റ്സിൽ ഉണ്ടാവല് ട്ടോ. ക്യാപിറ്റൽ റെസിപ്റ്റ്സിന് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ഥിര ആസ്തികളുടെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം. അതായത് ഉദാഹരണത്തിന് ഭൂമി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ മുതലായവയിൽ അപ്പോൾ വിൽക്കൽ, അത് ഗവൺമെന്റിന് കൊടുക്കൽ അല്ലെങ്കിൽ കിട്ടൽ, അപ്പോൾ അങ്ങനെയൊക്കെ ഗവൺമെന്റിന് കിട്ടുന്നത്. പിന്നെ അതേപോലെ രണ്ടാമത്തെ കാര്യമാണ് സമാഹരിച്ച വായ്പകൾ. അതായത് വായ്പകളിലൂടെ പണം, കടവാങ്ങലിലൂടെ ലഭിക്കുന്ന പണം, അപ്പോൾ അങ്ങനെയൊക്കെ ഗവൺമെന്റിന് കിട്ടുന്നതൊക്കെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ റെസീപ്റ്റ്സിൻ്റെ അപ്പോൾ എസ്റ്റിമേറ്റ് ആണ് നോക്കിയത്, അതായത് കണക്കുകൾ. ഇനി എന്താണ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ചെലവിൻ്റെ എസ്റ്റിമേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചറിൻ്റെ പ്രധാന പാർട്ട് എന്ന് പറഞ്ഞത് റവന്യൂ എക്സ്പെൻഡിച്ചറും അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമാണ്. അപ്പോൾ അതിലൊന്നാമത്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതായത് രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും. അതായത് വികസനേതര ചെലവും വികസന ചെലവ്. വികസന ചെലവ് എന്ന് പറഞ്ഞാൽ പരിപാലനത്തിനും അറ്റകുറ്റപ്പണികൾക്കും വേണ്ടി ചെലവഴിക്കുന്നതാണ്. അതായത് ഇപ്പോൾ റോഡ് പണി ഒക്കെ വേണ്ടി ഗവൺമെൻറ് ചെലവഴിക്കുന്നതിനെയാണ് വികസന ചെലവ് എന്ന് പറയുക. ഇനി വികസനേതര ചെലവിൽ നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്നാൽ അതായത് ക്രമസമാധാന പരിപാലനത്തിൻ്റെ ചെലവ്, അതായത് പലിശ അടക്കൽ, അപ്പോൾ സബ്സിഡികൾ, പെൻഷനുകൾ, സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാൻറ്റുകൾ എന്നീ ചെലവുകൾ ഗവൺമെൻറ്റിൻ്റെ ചെലവിനെയാണ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഉള്ളത്. ഇനി എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. അതായത് ആസ്തി രൂപീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും, സർക്കാർ മറ്റുള്ളവർക്ക് നൽകുന്ന വായ്പകളും മുൻകൂർ ഫണ്ടുകളും, അതായത് വലിയ വലിയ ചെലവുകളെയാണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലധികവും ബാങ്കുമായിക്കാണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇൻക്ലൂഡഡ് ആയിക്കാണ്ട് ഉണ്ടാവല്. അപ്പോൾ ഇനി എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ നോക്കാനുള്ളത് ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ പ്രിപ്പറേഷൻസ് ഓഫ് എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്. അതായത് ചെലവ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള പൊതു മാർഗനിർദ്ദേശങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യമേ പറയൽ ബഡ്ജറ്റ് നടക്കുന്നതിന് മുമ്പ് ചർച്ചയ്ക്ക് അയക്കാണ്ട് ബഡ്ജറ്റ് ഡിവിഷന് ചെലവുകളുടെ എസ്റ്റിമേറ്റ് ആദ്യം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് സാധാരണ അയക്കാണ്ട് ഈ ചർച്ച നടക്കൽ ഒക്ടോബർ പകുതിയോടെയാണ് ഈ ചർച്ച ഡിസ്കഷൻ ആരംഭിക്കൽ. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്കഷൻ അധ്യക്ഷം വഹിക്കൽ സെക്രട്ടറിയാണ് ഈ എക്സ്പെൻഡിച്ചറും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. പിന്നെ അതേപോലെ തന്നെ ചെലവ് എസ്റ്റിമേറ്റുകൾ ഉണ്ടാക്കുമ്പോൾ പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും വേണ്ടി ആദ്യമേ ചെലവ് ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ആദ്യമേ പറയുന്നു. എന്നിട്ട് ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ മീഡിയം ടൈം എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റിൽ പ്രസ്താവിച്ചതുപോലെ അടങ്ങിയിരിക്കുന്നുണ്ടോ, മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും എസ്റ്റിമേറ്റുകൾ ചേരുന്നുണ്ടോ ഒക്കെ നോക്കലാണ് പിന്നത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ MDEF എന്ന് പറയുന്നത് അതൊരു പദ്ധതിയാണ്. വരുമാനത്തിൻ്റെയും ചെലവിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു പദ്ധതിയാണ് MDEF എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റോളിംഗ് ടാർഗറ്റ് എന്ന് പറയുന്നത് 3 വർഷമാണ്. പിന്നെ അതേപോലെ എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെൻഡിച്ചറിനെ പറ്റി പറയുന്നത് നിർത്തിയ ഓരോ പദ്ധതികളും പിന്നെ രണ്ടാമത് റിസീവ് എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യാൻ പാടില്ല. പിന്നെ അതേപോലെ നടപ്പ് വർഷത്തിനപ്പുറം തുടരാൻ പാടില്ലാത്ത പദ്ധതികൾ തുടർന്നുള്ള വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകൾ ഉൾപ്പെടുത്തരുത്. കാരണം നമ്മൾ ആദ്യം ഒഴിവാക്കിയ സംഭവം അത് റിസീവ് ബഡ്ജറ്റിൽ ആഡ് ചെയ്യാത്തത് പിന്നെ തുടർന്നുള്ള വർഷങ്ങളിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറയുന്നത്. അതേപോലെ ഇങ്ങനെ ചേർത്തിയതോ അല്ലെങ്കിൽ ഒഴിവാക്കിയതോ ആയിക്കാണ്ടില്ല പദ്ധതികളെക്കുറിച്ച് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് കൂടെ പ്രസ്താവനയ്ക്ക് താഴെയുള്ള കുറിപ്പുകളിൽ രേഖപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങളാണ് നിർദ്ദേശങ്ങളും കാര്യങ്ങളും ആയിക്കോട്ടെ നമുക്ക് നോക്കാനില്ലത്. ഈ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും. നിങ്ങൾക്ക് എല്ലാ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ പെട്ടെന്ന് വീഡിയോസ് കിട്ടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.